എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളത്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലോത്ത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി, അത് അടിക്കാനുള്ള ആൾ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മയോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തേക്ക് തന്നെ ഇല്ലെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. സോ അതിന്റെ പുറമെ ഇന്റെ കൂടി നടക്കില്ല. ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചത്. ആൻഡ് പിന്നീട് നമുക്ക് വേണ്ടിയുള്ളത് ഒരു നെയിമാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ആരോ ക്ലോത്തിങ് എന്ന പേരാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഈ ഒരു ലോഗോസ് എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സിം. അടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാക്കിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഞാൻ എടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു കവേഴ്സ് എല്ലാം. പിന്നീട് നമ്മൾ ട്രാൻസ്പെറന്റിന്റെ കവർ കൂടി മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് കമ്മിങ് സൂൺ ആണ്. അടുത്തായിട്ട് നമുക്ക് ഫാബ്രിക് ആണ് പർച്ചേസ് ചെയ്യുന്നത്. പറ്റിക്കപ്പെടേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എടുത്തുള്ള എല്ലാ ഷോപ്പിലും പോയിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള 3 ക്ലോത്ത്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് എ ബിഗിനർ ഞാൻ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഒന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല. ഓരോ ഫാബ്രിക്കും ഞാൻ 10 ക്ലോത്ത്സ് അടിക്കാനുള്ള രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോന്നിലും സ്മോൾ, മീഡിയം, ലാർജ് ആൻഡ് എക്സൽ എന്നിട്ടുള്ള രീതിയിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ക്ലോത്ത്സ് എല്ലാം ഇപ്പോൾ റെഡിയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ക്ലോത്ത്സിന്റെ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.